മോദി കെയർ മോർണിംഗ്. എങ്ങനെയാണ് മോദി കെയർ ഓൺലൈൻ പർച്ചേസ് ചെയ്യുക എന്ന് ചോദിച്ചുകൊണ്ട് ഇന്ന് കുറേ ആളുകൾ വിളിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ യൂട്യൂബ് വീഡിയോസ് ഉണ്ട്. എങ്കിലും സിമ്പിളായിട്ട് എങ്ങനെ ഓൺലൈൻ പർച്ചേസ് ചെയ്യാം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വളരെ ശക്തമായ മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ പല DPSും അവൈലബിൾ അല്ല, ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ട്. സ്വന്തം വീട്ടിലിരുന്നുകൊണ്ട് ബില്ല് ചെയ്താൽ തന്നെ 2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 3 ദിവസം കൊണ്ടൊക്കെ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ എത്തുന്നുണ്ട്. 2000-ന് മുകളിലാണെങ്കിൽ ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്ത് തരുന്നുമുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ കാണിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതുമാതിരി നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. മോദി കെയർ എന്നുള്ള ആപ്പ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തവർ ഇതുപോലുള്ള സെമീർ മോദി സാറുടെ ഇൻ്റർഫേസ് ആണ് വരുന്നിരിക്കുക. നമ്മുടെ MC നമ്പറും പാസ്വേഡും കൊടുത്ത് സൈൻ ഇൻ ചെയ്യാം. സൈൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇതിലേക്ക് വരുന്ന സമയത്ത് ഷോപ്പിംഗ് എന്നുള്ള ഓപ്ഷൻ കാണാം. ഫസ്റ്റിൽ ബിസിനസ് കാണാം, രണ്ടാമത് ഷോപ്പിംഗ് കാണാൻ പറ്റും. ആ ഷോപ്പിങ്ങിൽ ഷോപ്പ് എന്നുള്ള ഓപ്ഷനിൽ എന്ത് ചെയ്യാം, ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഷോപ്പ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേ രീതിയിലായിരിക്കും ഓപ്പൺ ചെയ്ത് വരുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ഡൗൺലൈനിൻ്റെ പർച്ചേസും ചെയ്യാൻ പറ്റും. നമ്മുടെ പർച്ചേസ് ആണെങ്കിൽ അവിടെ MC നമ്പറോടൊക്കെ അവിടെ കാണുന്നുണ്ടായിരിക്കും. ഡൗൺലൈനിൻ്റെതാണ് നമ്മൾ MC നമ്പർ കൊടുക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ മൊബൈൽ നമ്പർ അവിടെ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് പർച്ചേസ് ചെയ്യാനുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഫസ്റ്റിൽ MC നമ്പർ കൊടുക്കുന്നു. ഷിപ്പിംഗ് അഡ്രസ്സ് കറക്റ്റാണ് നോക്കാൻ വേണ്ടി ഈ വ്യൂ ഡീറ്റെയിൽസിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. വ്യൂ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആൾട്ടർനേറ്റീവ് നമ്പർ, മറ്റൊരു നമ്പറും കൂടി നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ വിളിച്ചിട്ട് വീട് ചിലപ്പോൾ അവർക്ക് അറിയാതിരുന്നു കഴിഞ്ഞാൽ ഒരു നമ്പറിൽ കിട്ടുന്നില്ല, മറ്റൊരു നമ്പറിൽ വിളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ വ്യൂ ഡീറ്റെയിൽസ് ക്ലിയർ ആണോ നോക്കുക. അത് ക്ലിയർ അല്ലെങ്കിൽ അവിടെ പെന്നിൻ്റെ ചിഹ്നം കാണാൻ പറ്റും. അതിലൂടെ ടിക്ക് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, മാറ്റി കൊടുക്കാവുന്നതാണ്. ഒരുപക്ഷെ നമ്പറൊക്കെ കൊടുത്തിരിക്കുന്നത് തെറ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും, അത് ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഡെലിവറി മോഡ്, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. 2 ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്, സെൽഫ് പിക്കപ്പ്, ബൈ കൊറിയർ. അപ്പോൾ നിർബന്ധമായിട്ടും ബൈ കൊറിയർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. പിന്നെ ഏത് വെയർ ഹൗസിലാണ്, കൊച്ചി വെയർ ഹൗസിൽ നിന്നാണ് വരുന്നത്, ട്രിവാൻഡ്രം വെയർ ഹൗസിൽ നിന്നാണ് വരുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. കേരളത്തിലെ ആളുകൾക്ക് കൊച്ചിയും ട്രിവാൻഡ്രം വെയർ ഹൗസിൽ നിന്നാണ് ഉൽപ്പന്നങ്ങൾ വരുന്നത്. അപ്പോൾ കൊച്ചി വെയർ ഹൗസാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരുപാട് പ്രോഡക്റ്റ് കാറ്റഗറി, നമ്മൾ ഉള്ള മോദി കെയറിലുള്ള എല്ലാ പ്രോഡക്റ്റ് കാറ്റഗറിയും കാണാൻ പറ്റും. അതിൽ ഏത് കാറ്റഗറിയിലാണ് നമ്മൾ ഉൽപ്പന്നങ്ങൾ, നമുക്ക് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ എടുക്കുന്നത് നോക്കുക. ആ കാറ്റഗറി സെലക്ട് ചെയ്യാം. വെൽനസ് ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഒരു ഉദാഹരണം കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇവിടെ ചാവനപ്രാശം ഇതേപോലുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ അംല ജ്യൂസ്, അംല ഇതിൻ്റെ, അതുപോലെ ത്രിഫലിൻ്റെ ഒരു 10 പീസ് ത്രിഫല എനിക്ക് വേണം സങ്കല്പിക്കുക ഒരു ഉദാഹരണത്തിന്. അപ്പോൾ ഇവിടെ പ്ലസ് ഓർ മൈനസ് കാണാൻ പറ്റുമോ. പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എണ്ണം കൂട്ടാൻ കഴിയും. മൈനസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എണ്ണം കുറക്കാനും കഴിയും. അതിൻ്റെ MRP വാല്യൂ, DP വാല്യൂ, BV എത്രയാണ് എന്നുള്ളതെന്നൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് അതിന് താഴെ ആഡ് ടു കാർട്ട് അടിച്ചു കൊടുക്കുക. അങ്ങനെ ഏത് ഉൽപ്പന്നം വേണമെങ്കിൽ, ഇനി മറ്റൊരു ഉൽപ്പന്നം സെലക്ട് ചെയ്യണമെങ്കിൽ ആരോ മാർക്ക് നിൽക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മുകളിൽ കാണുന്ന ബാക്ക് ബോളിൽ ആരോ മാർക്ക് നിൽക്കിയിട്ട് ബാക്കിലേക്ക് പോകാൻ പറ്റും. നമുക്ക് വേറെ കാറ്റഗറി സെർച്ച് ചെയ്യാം. ഇപ്പോൾ ഹോം കെയറിൽ ബാത്റൂം ക്ലീനർ 10 വേണം സങ്കല്പിക്കുക. അപ്പോൾ ഒരു 10 ബാത്റൂം ക്ലീനർ ഞാൻ എടുക്കുകയാണ്. ആഡ് ടു കാർട്ട് അടിച്ചു. കാർട്ടിൽ ഈ ഉൽപ്പന്നങ്ങളൊക്കെ വന്നിരിക്കുന്നത് കാണാൻ പറ്റും. 2 ഐറ്റംസ് ഉൽപ്പന്നങ്ങൾ അവിടെ വന്നിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കാം. ആ കാർട്ടിൽ ക്ലിക്ക് ചെയ്യാം. കാർട്ടിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെല്ലാം ഉൽപ്പന്നങ്ങളാണ് ഇവിടെ നിന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഉൽപ്പന്നങ്ങൾ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാനും എണ്ണം കൂട്ടാനും കുറക്കാനൊക്കെ സാധിക്കുന്നുണ്ടായിരിക്കും. ഓരോന്നിൻ്റെ യൂണിറ്റിൻ്റെ കോഡും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അത് നോക്കിയാൽ കാണാൻ പറ്റും. ഇനി എന്ത് ചെയ്യാം, ഇതേപോലെ ഏകദേശം 4200 രൂപയുടെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. താഴെ കാണുന്ന പറ്റും എത്രയാണ് BV എന്ന്. 2200 BV ഉണ്ട്, 81 PV ഉണ്ട്. ഇത് എന്ത് ചെയ്യാം, ഇത് ഓക്കെ ആണെങ്കിൽ ചെക്കൗട്ട് കൊടുക്കാം. ചെക്കൗട്ട് കൊടുത്തു കഴിഞ്ഞാൽ സെലക്ട് ആൻ ഓഫർ, ഗോ വിത്തൗട്ട് ഓഫർ. സെലക്ട് ഓഫർ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഓഫർ കിട്ടില്ല, ഞാൻ പർച്ചേസ് ചെയ്തതുകൊണ്ടും അതിൻ്റെ സമയം കഴിഞ്ഞതുകൊണ്ടും സെലക്ട് ആൻ ഓഫർ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ കിട്ടില്ല. അതേസമയത്ത് പുതിയ വ്യക്തികളാണെങ്കിൽ, ഈ മാസം ജോയിൻ ചെയ്ത വ്യക്തികളാണെങ്കിൽ അവർക്ക് സെലക്ട് ഓഫർ കിട്ടും. അല്ലാത്ത വ്യക്തികളാണെങ്കിൽ ഗോ വിത്തൗട്ട് ഓഫർ കൊടുക്കുക. ഗോ വിത്തൗട്ട് ഓഫർ കൊടുത്തു. ഏകദേശം നമുക്ക് എത്രയാണ് വരുന്നത് എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. സെലക്ട് പേയ്മെൻറ്റ് ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഏത് രീതിയിലാണ് പേയ്മെൻറ്റ് കൊടുക്കുന്നത്, UPI ഉപയോഗിച്ചിട്ടാണ്. കാർഡ് UPI ആണെങ്കിൽ നമുക്ക് എന്താണ് ഗൂഗിൾ പേ ചെയ്താൽ മതി. അപ്പോൾ UPI ഉപയോഗപ്പെടുത്തി കൺഫേം കൊടുത്തു. ഇവിടെ UPIൻ്റെ രീതി ചോദിക്കുക. 4200 കൊടുക്കേണ്ടത്. കാർഡ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ UPI ഉപയോഗിച്ച് ചെയ്യാം. UPI ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യാം. ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ആ ഗൂഗിൾ പേക്ക് എന്ത് ചെയ്യും, അത് പോകുന്നുണ്ടായിരിക്കും. നമുക്ക് ശരിക്കും 4200 കാണും. ഗൂഗിൾ പേയുടെ കോഡ് നമ്പർ അടിച്ചു കൊടുക്കുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആയി.
ഉൽപ്പന്നം 2 ദിവസത്തിനുള്ളിൽ നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. ഇത്രയാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ.